ഷാഫി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തതായിട്ട് കാണാമല്ലോ. എൻ്റെ ഹദീസ് പ്രബലമായാൽ അതാണ് എൻ്റെ മദ്ഹബ്, അതാണ് മദ്ഹബായിട്ട് സ്വീകരിക്കേണ്ടത്. എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളൊരു ഇത് പ്രബലമായി വന്നിട്ടുണ്ടല്ലോ. അതിൻ്റെ വ്യാഖ്യ എന്താണ്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൽ നിന്നും വിവിധ വഴികളിലൂടെ വന്ന ഒരു പ്രയോഗമാണ് ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി. ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ നിലപാട് എന്ന്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ്, ഈ പ്രസ്താവനയെപ്പറ്റി മാത്രം വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാ തബഖാത്തു ഷാഫിഇയ്യത്തിൽ കുബ്രയിൽ ഈ വിഷയ സംബന്ധിയായ ഒരു കാര്യം രേഖപ്പെടുത്തിയപ്പോൾ അവരുടെ ഉപ്പ അക്കാര്യം കണ്ടു. അത് കണ്ടതിൻ്റെ പേരിൽ മാത്രം ബഹുമാനപ്പെട്ടവരുടെ ഉപ്പ അഥവാ തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു ഈ പ്രസ്താവനയെ, ഷാഫിഈ ഇമാമിൻ്റെ പ്രസ്താവനയെ വിശദീകരിക്കാൻ വേണ്ടി മാത്രം മഅനാ ഖൗലിൽ ഇമാമിൽ മുത്വലിബി ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്നൊരു ഗ്രന്ഥം തന്നെ എഴുതി. ആ ഗ്രന്ഥത്തിലും ഇബ്നു സ്വലാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഫതാവയിലും ഇമാം നവവിയുടെ ശർഹുൽ മുഹദ്ദബിലൊക്കെ പറഞ്ഞതിൻ്റെ ആകത്തുക മലയാളത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അഭിസംബോധന അഥവാ ഹദീസ് സ്വഹീഹായി വന്നാൽ അതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞത് യോഗ്യത കൈവരിച്ച മഹാന്മാരോടാണ്. ബഹുമാനപ്പെട്ട നവവി ഇമാമിൻ്റെ ശർഹുൽ മുഹദ്ദബ് 1-ാം വാള്യം 64-ാമത്തെ പേജിൽ ഈ വിശദീകരണം കാണാം. ഇബ്നു സ്വലാഹ് റഹിമഹുല്ലയുടെ ഫതാവ വ മസാഇൽ ഇബ്നു സ്വലാഹിലും കാണാം. അഥവാ ഷാഫി ഇമാം ഈ വാക്ക് പറഞ്ഞത് യോഗ്യത കൈവരിച്ച ആളുകളോടാണ്, അല്ലാതെ നിരുപാധികം എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഹദീസ് സ്വഹീഹായി കണ്ടാൽ അമല് ചെയ്യാം എന്ന് അല്ല. നേരത്തെ നമ്മൾ ആ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു കൊമ്പ് വെച്ച അല്ലെങ്കിൽ ഒരു പ്രത്യേക മസ്അല, ഹിജാമയുമായി ബന്ധപ്പെട്ടൊരു മസ്അലയിൽ അവിടെ നിന്നൊരു മസ്അല, ഒരു തീരുമാനം പറഞ്ഞു, വിധി പറഞ്ഞു. ചില ആളുകൾ പറഞ്ഞു ഷാഫി ഇമാം പറഞ്ഞ വിധി ശരിയായില്ലല്ലോ, കാരണം ഇപ്പുറത്ത് അഫ്തർ അൽ ഹാജിമു വൽ മഹജൂം എന്ന ഹദീസ് ഉണ്ടല്ലോ, അപ്പോൾ ഷാഫി ഇമാം പറഞ്ഞതിനെതിരെ സ്വഹീഹായ ഹദീസ് വന്നല്ലോ എന്ന് ചിലർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെയല്ല കാര്യം. ഷാഫി ഇമാമിന് ആ എതിരായി തോന്നുന്ന ഹദീസും കിട്ടി, പ്ലസ് ആ ഹദീസിൻ്റെ വിധി പ്രാബല്യത്തിലില്ല, ക്യാൻസലാണ് എന്നറിയിക്കുന്ന ഒരു ഹദീസ് എക്സ്ട്രാ കിട്ടിയത് കൊണ്ടാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു നമുക്ക് പ്രത്യക്ഷത്തിൽ എതിരായി തോന്നുന്ന ഹദീസിൻ്റെ ആ ഒരു നിലക്ക് വിഷയം പറയാതെ മഹാനവറുകൾ പറഞ്ഞതെന്ന് അബു അംർ ഇബ്നു സ്വലാഹ് റഹിമഹുല്ല നിരീക്ഷിക്കുന്നുണ്ട്. ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ തുഹ്ഫയിലും പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ ആ വാചകം എല്ലാവരോടും കൂടിയല്ല, പ്രത്യേകക്കാരായ കഴിവ് തെളിയിച്ച ഇമാം മുസനി, ഇമാം ബുവൈത്തിയെ പോലെ പ്രമുഖരോട് മാത്രമാണ് എന്ന് എല്ലാ അയിമത്തും സാക്ഷ്യപ്പെടുത്തി.